മലയാളികൾക്ക് ഏറെ സ്നേഹാദരങ്ങളുള്ള നടിയാണ് കാർത്തിക. എക്കാലവും ഓർക്കപ്പെടുന്ന ശ്രദ്ധേയ ചിത്രങ്ങളുടെ ഭാഗമായിരുന്നു നടി. മലയാളി ഇന്നും കാർത്തികയുടെ ചിത്രങ്ങൾ തേടിപ്പിടിച്ചു കാണുകയും ഇതേക്കുറിച്ച് ഗൃഹാതുരത്വത്തോടെ സംസാരിക്കുകയും ചെയ്യുന്നു. സിനിമാഭിനയം അവസാനിപ്പിച്ചതിനെക്കുറിച്ച് നടി ഇക്കഴിഞ്ഞിടെ പങ്കുവച്ചിരുന്നു. കാർത്തികയുടെ അഭിനയ ജീവിതത്തിലേക്ക് ഒരു തിരിഞ്ഞുനോട്ടം. പ്രേക്ഷകർക്ക് ഓരോരുത്തർക്കും തൊട്ടയൽപക്കത്തെ പെൺകുട്ടി എന്ന് തോന്നുമാറ് അത്രമേൽ സ്വാഭാവികതയും സാധാരണത്വവും ഇഴചേർത്ത അഭിനയമായിരുന്നു കാർത്തികയുടേത്. മകളായി, പെങ്ങളായി, കൂട്ടുകാരിയായി, പ്രണയിനിയായി, ആരാധനാപാത്രമായൊക്കെ മലയാളി കാർത്തികയെ തിരശ്ശീലയിൽ കണ്ടു. സന്മനസ്സുള്ളവർക്ക് സമാധാനം, ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ്, ഉണ്ണികളെ ഒരു കഥ പറയാം, താളവട്ടം, ദേശാടനക്കിളി കരയാറില്ല, കരിയിലക്കാറ്റ് പോലെ തുടങ്ങിയ സിനിമകളിൽ അത്രമേൽ ചാതുര്യത്തോടെയായിരുന്നു കാർത്തികയുടെ അഭിനയം. ബാലചന്ദ്ര മേനോന്റെ ഒരു പൈങ്കിളിക്കഥ എന്ന ചിത്രത്തിൽ ജൂനിയർ ആർട്ടിസ്റ്റായാണ് കാർത്തിക സിനിമയിലെത്തിയത്. ഗ്രൂപ്പ് ഡാൻസർമാരിൽ ഒരാളായാണ് നടി ആ സിനിമയിൽ മുഖം കാണിച്ചത്. എന്നാൽ കാർത്തികയ്ക്ക് അധികം കാത്തിരിക്കേണ്ടി വന്നില്ല. രണ്ടാം സിനിമയിൽ നായികയായി അവസരം കൈവന്നു. അങ്ങനെ മണിച്ചപ്പ് തുറന്നപ്പോൾ എന്ന രണ്ടാമത്തെ ചിത്രത്തിലൂടെ കാർത്തിക മലയാള സിനിമാ പ്രേക്ഷകരുടെയും ചലച്ചിത്ര പ്രവർത്തകരുടെയും ശ്രദ്ധ കവർന്നു. അടിവേരുകൾ, താളവട്ടം, സന്മനസ്സുള്ളവർക്ക് സമാധാനം, നീലക്കുറിഞ്ഞു പൂത്തപ്പോൾ, എന്റേത് മാത്രം, ദേശാടനക്കിളി കരയാറില്ല, കരിയിലക്കാറ്റ് പോലെ, അടുക്കാൻ എന്തെളുപ്പം, ഇടനാഴിയിലൊരു കാലൊച്ച, ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ്, ഉണ്ണികളെ ഒരു കഥ പറയാം, നീയത്ര ധന്യ, ജനുവരി ഒരു ഓർമ്മ, ഇവിടെ എല്ലാവർക്കും സുഖം, ആവണിക്കുന്നിലെ കിന്നാരിപ്പൂക്കൾ, ഡേവിഡ് മിസ്റ്റർ ഡേവിഡ് എന്നിങ്ങനെ ഒരുപിടി ശ്രദ്ധേയ ചിത്രങ്ങൾ. നായകൻ, പൂവിഴി വാസലിലെ എന്നിവ തമിഴ് സിനിമകൾ. വിജി തമ്പി ആദ്യമായി സംവിധാനം ചെയ്ത ഡേവിഡ് മിസ്റ്റർ ഡേവിഡ് എന്ന ചിത്രത്തിലാണ് കാർത്തിക അവസാനമായി വേഷമിട്ടത്. തുടർന്ന് അഭിനയം അവസാനിപ്പിച്ച നടി ഔദ്യോഗികമായി ഒരു വേദിയിലെത്തുന്നത് ഏറെ വർഷങ്ങൾക്ക് ശേഷം 2024 ഉണ്ണികളെ ഒരു കഥ പറയാം എന്ന ചിത്രത്തിന്റെ റീയൂണിയൻ വേദിയിൽ ചിത്രത്തിന്റെ ഭാഗമായവർക്കൊപ്പം എത്തുകയായിരുന്നു കാർത്തിക. മോഹൻലാലും കമലും വിജി തമ്പിയുമുള്ള ആ വേദിയിൽ അന്ന് അഭിനയം നിർത്തുന്നതിനെ കുറിച്ച് കാർത്തിക മനസ്സ് തുറന്നു. അന്ന് ഇന്നത്തെ അത്ര മാധ്യമങ്ങളില്ല, കുറച്ചു പത്രങ്ങളും മാഗസിനുകളും മാത്രമേ ഉള്ളൂ. അഭിനയം നിർത്തുകയാണെന്ന് ഔദ്യോഗികമായി പറയാൻ ഞാൻ തയ്യാറായതുമില്ല. വേറൊരു ജീവിതത്തിലേക്ക് നീങ്ങാനായിരുന്നു അഭിനയം നിർത്തിയത്. ഡേവിഡ് മിസ്റ്റർ ഡേവിഡ് എന്ന ചിത്രത്തിന് ശേഷം അങ്ങനെ തീരുമാനിക്കുകയായിരുന്നു, കാർത്തിക പറഞ്ഞു. എന്നെ സ്വീകരിച്ചതിന് മലയാളം, തമിഴ് ഇൻഡസ്ട്രികളോട് ഞാൻ ഇപ്പോൾ നന്ദി പറയുന്നു. അന്ന് നന്ദി പറയാതിരുന്നത് തെറ്റാണോ അല്ലയോ എന്നെനിക്കറിയില്ല. ഇപ്പോഴും എവിടെ ചെന്നാലും ആളുകൾ തിരിച്ചറിഞ്ഞ് സംസാരിക്കുന്നു, ചിത്രങ്ങൾ എടുക്കുന്നു. ഇപ്പോൾ ഏത് സിനിമയാണ് ചെയ്യുന്നതെന്നടക്കം ചോദിക്കുന്നവരുണ്ട്. ഇതെല്ലാം വെറും 2 വർഷം സിനിമ ചെയ്തത് കൊണ്ട് മാത്രം കിട്ടിയതാണ്. ഒരുപാട് നന്ദിയുണ്ട്, കാർത്തിക പറഞ്ഞു. തിരുവനന്തപുരം സ്വദേശിയാണ് കാർത്തിക. അഭിനയ ജീവിതത്തിൽ ഏറ്റവും ഉയരത്തിൽ നിൽക്കെയാണ് വിവാഹം. ഡോക്ടർ സുനിൽകുമാറിനെ കല്യാണം കഴിച്ച് നടി വിദേശത്ത് പോവുകയായിരുന്നു. അങ്ങനെയാണ് കാർത്തിക സിനിമാഭിനയം അവസാനിപ്പിക്കുന്നത്. വിഷ്ണുവാണ് കാർത്തിക സുനിൽകുമാർ ദമ്പതികളുടെ മകൻ. പ്രേക്ഷകർ ഇന്നും കൊതിക്കുന്നുണ്ട് തങ്ങളുടെ ആ ഗൃഹാതുര നായികയെ ഇനിയും സജീവമായി അഭ്രപാളികളിൽ കാണാനായെങ്കിലെന്ന്.